നമ്മുടെ നിവിൻ പോളിയുടെ കരിയർ അനാലിസിസ് വീഡിയോയിൽ ഈ പടത്തെക്കുറിച്ച് വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ ചില സിനിമകൾക്ക് വേണ്ടി നിങ്ങൾ ഭയങ്കരമായി വാദിക്കില്ലേ, അതായത് മറ്റുള്ളവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി ഫേം ആയിട്ട് നിൽക്കും. അങ്ങനെ ഞാൻ നിന്നൊരു സിനിമയായിരുന്നു വടക്കൻ സെൽഫി. കാര്യം ഈ സിനിമ ബോക്സ് ഓഫീസ് വൈസ് ഒരു വിജയമായിരുന്നെങ്കിലും അന്ന് എന്റെ സർക്കിളിലെ പല ആളുകളും ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതേ അഭിപ്രായം അക്കാലത്ത് ഫേസ്ബുക്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്ന കാരണം ഒന്ന് തന്നെയാണ്, അതായത് ഈ സിനിമയുടെ ക്ലൈമാക്സ് പോരാ എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു യുണീക്ക് ആൻഡ് റിഫ്രഷിംഗ് ക്ലൈമാക്സ് ആയിരുന്നു. അപ്പൊ ആ ക്ലൈമാക്സിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് സിനിമയുടെ മറ്റു ഭാഗങ്ങളെ കുറിച്ച് രണ്ട് വാക്ക്. ഒരു പ്രോപ്പർ നിവിൻ സ്റ്റൈൽ എന്റർടൈനർ ആയിരുന്നു ഈ ഒരു ചിത്രം. പിന്നെ ഈ വിനീത് ശ്രീനിവാസൻ കൂത്തുപറമ്പ് പാട്യം ഭാഗത്തുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദ്യകാല ചിത്രങ്ങളിലുള്ള ആ ഒരു തലശ്ശേരി ടച്ച്, ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളുടെ പേരുകൾ, യഥാർത്ഥ ലൊക്കേഷൻസ്, ഇതൊക്കെയും ഈ സിനിമ എന്റെ ഫേവറേറ്റുകളിൽ ഒന്നാവാൻ കാരണമാണ്. പിന്നെ ഞാൻ എപ്പോഴും കരുതും, ഈ പടത്തിൽ കാണുന്ന ഒരു ഫിസിക്ക് നിവിൻ പോളി പിന്നെയും കുറെ കാലം കൂടി നിലനിർത്തിയിരുന്നെങ്കിൽ ഒരുപാട് വടക്കൻ സെൽഫികൾ നമുക്ക് കിട്ടുമായിരുന്നു. ഒരാളുടെ ശരീരത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയാൻ പാടില്ല, എന്നിരുന്നാലും ഇദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോ LIC ഏജന്റോ ഒന്നുമല്ലല്ലോ, ആക്ടർ അല്ലേ. പണ്ട് ഏതോ ഒരു വലിയ നടൻ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, ഒരു നടനെ സംബന്ധിച്ച് അവന്റെ ശരീരമാണ് അവന്റെ ഏറ്റവും വലിയ ആയുധമെന്ന്. സോ ഈ ഒരു ഫിസിക്ക് നിവിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിരുന്നു. എനിവേസ്, ഇനി നമ്മുടെ അജു വർഗീസിന്റെ കഥാപാത്രം. നീ മാസാടാ, മരണ മാസാടാ എന്ന് എപ്പോഴും പറയുന്ന ഒരു കൂട്ടുകാരൻ. എനിക്ക് ആ ഒരു കഥാപാത്രവും റിലേറ്റബിൾ ആയിരുന്നു. കാരണം പണ്ടൊരിക്കൽ എനിക്ക് ഇല്ലാത്ത കോൺഫിഡൻസ് തന്നെ ബൂസ്റ്റ് ചെയ്ത് സ്റ്റേജിൽ കയറ്റി അവിടെ നടപടലം മുങ്ങി 1-2 ആഴ്ച കോളേജിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതും ഇതുപോലൊരു കൂട്ടുകാരന്റെ പ്രചോദനം കാരണമായിരുന്നു. അപ്പോൾ ഇവരുടെ ആ ഒരു ടീമിന്റെ കോമഡിയും പിന്നീട് അതിലേക്ക് വിനീത് ശ്രീനിവാസൻ ചേർന്നതിന് ശേഷമുള്ള കോമഡിയും ഒക്കെയായി ഗംഭീരമായി പോയൊരു സിനിമയായിരുന്നു ഇത്. ഇനിയാണ് ക്ലൈമാക്സ് വരുന്നത്. ഒരു വില്ലനെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അവസാനം അങ്ങനെ ഒരാളെ കാണാതെ പോയതായിരുന്നു പലരുടെയും പ്രശ്നം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇന്നും റെലവന്റ് ആണ്. അതായത് പടത്തിൽ ഫേസ്ബുക്കും ഇമെയിൽ ചാറ്റിംഗുമാണ് കാണിച്ചിരിക്കുന്നത്, ഇന്നത് ഇൻസ്റ്റാഗ്രാമായി മാറി. പടത്തിൽ ഇമോഷണൽ തട്ടിപ്പും ഫിനാൻഷ്യൽ തട്ടിപ്പുമാണ് നടക്കുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങൾക്കിടയിൽ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം പീഡന കേസുകളുടെയും തലക്കെട്ട് തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും: സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവാവുമായി പെൺകുട്ടി എന്നും പറഞ്ഞ്. അപ്പൊ യാതൊരു പരിചയവുമില്ലാത്ത, നേരിട്ട് ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്ത, ഒരു തരത്തിലുള്ള വേറബോട്ട്സും അറിയാത്ത, നാടറിയാത്ത, വീടറിയാത്ത പയ്യന്മാരുടെ പുറകിൽ പോകുന്ന പെൺകുട്ടികൾ ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇന്നും റെലവന്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് അന്ന് എന്നെ സംബന്ധിച്ച് ഞാനും ഒരു വില്ലനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരാളെ നിങ്ങൾ കാണാൻ പോകുന്നില്ല എന്ന ഒരു ഫാക്ട്, ആ ഒരു ട്വിസ്റ്റ് എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.